നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മമ്മൂട്ടിക്കും മോഹൻലാലിനും ചോർത്തിക്കൊടുത്തത് ജോൺ ബ്രിട്ടാസ് ആണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. 4.5 വർഷം മുന്നേ തന്നെ മുഖ്യമന്ത്രിക്ക് മുൻപാകെ സമർപ്പിച്ച ഈ റിപ്പോർട്ട് സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അന്നേ തന്നെ അറിഞ്ഞിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പുറത്തുവിടാത്ത ഈ റിപ്പോർട്ട് എങ്ങനെ ഇവർക്ക് ലഭിച്ചു എന്ന ചോദ്യമാണ് അവിടെ ബാക്കിയായത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ജോൺ ബ്രിട്ടാസ് ആണ് ഈ റിപ്പോർട്ട് താരങ്ങൾക്ക് എത്തിച്ചു കൊടുത്തതെന്നാണ് ഇവരുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നും ലഭിച്ച സൂചന. ഈ റിപ്പോർട്ട് വിറ്റ് കാശാക്കുകയായിരുന്നു പലരുമെന്ന് തന്നെ ഇതിൽ നിന്നും വ്യക്തം. മോഹൻലാലിന്റെ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വ മോഹം വൃഥാവിലായതും മന്ത്രിയായ ശേഷം ഗണേഷ് കുമാറിന്റെ ശബ്ദം നഷ്ടപ്പെട്ട് പൂച്ചക്കുട്ടിയായതുമെല്ലാം ഈ റിപ്പോർട്ടിന്റെ അനന്തരഫലങ്ങൾ തലയ്ക്ക് മുകളിൽ ഒരു വാളായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണെന്നാണ് വ്യക്തമാകുന്നത്. അത്രയും സ്ഫോടനാത്മകമായ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത്. പോക്സോ കേസ് മുതൽ മാരകമായ മയക്കുമരുന്ന് മാഫിയ ബന്ധങ്ങൾ വരെ നീളുന്ന സിനിമയിലെ അധോലോക കഥകളുടെ കാണാപ്പുറങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നു. മനോഹരമായ പുറം ചട്ടയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന വ്യഭിചാരത്തിന്റെയും കൂട്ടിക്കൊടുപ്പിന്റെയും കേട്ടാൽ അറയ്ക്കുന്ന സിനിമാ ലോകത്തിന്റെ നേർചിത്രം പുറത്തു വന്നാൽ പണ്ടാരോ പറഞ്ഞതുപോലെ പാതിരാത്രിയിൽ സൂര്യൻ ഉദിച്ചപ്പോൾ പൊയ്മുഖമോർന്നു വീണ മാന്യന്റെ കഥ പോലെയാകും. എന്തായാലും സിനിമയിലെ പുഴുക്കുത്തുകളെ കുറിച്ചുള്ള ആ റിപ്പോർട്ട് ഒടുക്കം പുറത്തുവിട്ടപ്പോഴും ജസ്റ്റിസ് ഹേമയുടെ നിർദ്ദേശപ്രകാരമാണ് ഇതിൽ ചില ഭാഗങ്ങൾ മൂടിവെച്ചത് എന്ന പച്ചക്കള്ളമാണ് പിണറായി വിജയൻ പറഞ്ഞത്. മാത്രമല്ല, അന്നത്തെ DGP ആയിരുന്ന ബെഹ്റ ഈ റിപ്പോർട്ടിന്മേൽ കേസെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതായും മുഖ്യമന്ത്രി പറഞ്ഞു. അതായത് ഒരു കുറ്റകൃത്യം നടന്നതായി അറിഞ്ഞിട്ടും മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും അത് പൂഴ്ത്തിവെച്ചത് ബെഹ്റ പറഞ്ഞിട്ടാണ് എന്നാണ് ഇപ്പോഴത്തെ വാദം. റിപ്പോർട്ടിൽ കേസെടുക്കാനാകില്ല എന്ന് 2019 ബെഹ്റ സർക്കാരിനെ അറിയിച്ചിരുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ ബെഹ്റയ്ക്ക് കൈമാറിയിരുന്നു. ലൈംഗിക അതിക്രമങ്ങളിൽ വ്യക്തതയില്ലായതായിരുന്നു പോലീസ് അന്ന് ചൂണ്ടിക്കാട്ടിയത്. മൊഴി നൽകിയവരുടെ പേര് വിവരങ്ങൾ പോലും ഇല്ലാത്തത് വെല്ലുവിളി തന്നെയാണ്. ഇതോടൊപ്പം കേസെടുക്കണമെന്ന് കമ്മിറ്റി ശുപാർശ നൽകുന്നുമില്ല. സ്വകാര്യത ഹനിക്കപ്പെടില്ല എന്ന ഉറപ്പ് സാക്ഷികൾക്ക് നൽകിയത് തടസ്സമാണ് എന്നും DGP സർക്കാരിനെ അറിയിച്ചിരുന്നു. മൊഴി നൽകിയവരുടെയും കുറ്റാരോപിതരുടെയും പേര് വിവരങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പേജുകളുള്ള റിപ്പോർട്ടാണ് DGPക്കും നൽകിയത് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ബെഹ്റയെ അന്ന് വരുതിക്ക് നിർത്താനായി സ്ത്രീ വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ബലഹീനതയെ തന്നെ ആയുധമാക്കുകയായിരുന്നു താരരാജാക്കന്മാർ ചെയ്തത്. തേനൂറുന്ന ഉദ്ഘാടന റാണിയെയാണ് ബെഹ്റയെ മെരുക്കാനായി നിയോഗിച്ചത് എന്നും രഹസ്യ വിവരങ്ങൾ പുറത്തു വന്നു. എന്തായാലും അവർ ആ പണി വൃത്തിക്കങ്ങ് ചെയ്തതിന്റെ ഫലമാണ് കേസ് എടുക്കാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകി കഴിഞ്ഞ വർഷങ്ങൾ മുഴുവൻ ഈ റിപ്പോർട്ടിനെ ഫ്രീസറിൽ വെക്കാൻ സഹായിച്ചത് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിനെല്ലാം പുറമെ രഹസ്യങ്ങളുടെ നിലവറ ഭദ്രമാക്കാൻ വാരിയെറിഞ്ഞ പണത്തിനും കയ്യും കണക്കും ഉണ്ടാകില്ല. മുഖ്യന്റെ ദുരിതം തീർക്കാൻ ആശ്വാസമാകുന്ന ആ പ്രത്യേക തരം നിധിയിലേക്ക് കൈയഴിഞ്ഞ് നൽകിയ കോടികളുടെ മഞ്ഞളിപ്പിൽ പിന്നെയും ഏറെ നാൾ ഈ റിപ്പോർട്ട് വെളിച്ചം കാണാതെ തന്നെയിരുന്നു. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സംസ്ഥാന മന്ത്രി കൂടി ഉൾപ്പെടുന്ന പവർ കൂടിയ പവർ ടീമിന്റെ പേര് വെളിച്ചം കാണുന്ന ദിവസത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇനിയുള്ളത്. ഇതിൽ കോഗ്നിസിബിളായ ഒഫൻസ് ചെയ്തവർക്കെതിരെ അന്വേഷണം നടത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് ഇനി വേണ്ടത്. 5 വർഷക്കാലം നടപടിയെടുക്കാതിരുന്ന സർക്കാരിനെതിരെയും നടപടികൾ സ്വീകരിക്കണം. പ്രതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കുന്നത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ആ റിപ്പോർട്ട് പോലീസിനെങ്കിലും കൈമാറേണ്ടത് അത്യാവശ്യമാണ്. ശക്തമായ സംവിധാനം കൊണ്ടുവരാൻ സർക്കാരിന് നിർദ്ദേശം നൽകുകയും വേണം. ഇന്ത്യയിൽ പ്രിവിലേജ് ഉള്ളവർ കൊല്ലപ്പെടുമ്പോഴും ആക്രമിക്കപ്പെടുമ്പോഴും മാത്രമാണ് ഒരാൾ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടു എന്ന പ്രതീതി രാജ്യത്തിന് ഉണ്ടാകുന്നത്. ഇവിടെ റേപ്പിസ്റ്റുകൾ പ്രിവിലേജ് ഉള്ളവരാണ്. പീഡിപ്പിക്കപ്പെട്ടവർ സ്ത്രീകളായതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ അവർ പ്രിവിലേജ് ഇല്ലാത്തവരാണ്. രാജ്യം അതിക്രമങ്ങളെ ചർച്ച ചെയ്യുന്നത് പോലും ഇത്തരം പ്രിവിലേജുകളെ ആശ്രയിച്ചാണ്. അത് ഇന്ത്യയിലെ ജാതി ശ്രേണീകൃത സാമൂഹ്യ വ്യവസ്ഥയുടെ ആണധികാര മേൽക്കോയ്മയുടെയും കുഴപ്പമാണ്. സർവോപരി ഇന്ത്യയിലെ നീതിബോധമില്ലാത്ത മനുഷ്യ സമൂഹത്തിന്റെ കുഴപ്പമാണ് അത്. രാഷ്ട്രീയമായതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ളതോ ആയ അടിമത്വത്തിലാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷ സമൂഹം വളരെ കൃത്യമായി അനീതികൾക്കെതിരെ പ്രതികരിക്കാത്തിടത്തോളം കാലം ഇതൊക്കെ തുടർ കഥകളായി തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും.